ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യം ഇനി തണുപ്പുകാലത്തിലേക്ക് കടക്കുകയാണ്. ഉത്തരേന്ത്യ നിലവിൽ തണുപ്പിലേക്ക് കടന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഉത്തരേന്ത്യ കൂടുതൽ തണുക്കുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു. ഇതോടൊപ്പം അടുത്തയാഴ്ച അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, വടക്കുപടിഞ്ഞാറൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായും മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു. പശ്ചിമവാതം എന്ന മധ്യധരണ്യാഴിയിൽ നിന്നുള്ള കാറ്റ് സജീവമാകുന്നതാണ് കാരണം. വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ ഉൾപ്പെടെ കാലാവസ്ഥയിൽ മാറ്റം വരും. അതേസമയം കേരളത്തിൽ കാര്യമായ തണുപ്പെത്താൻ വൈകിയേക്കുമെന്നാണ് മെറ്റ്ബീറ്റ് വെതർ പറയുന്നത്. ന്യൂനമർദ്ദങ്ങളാണ് അതിന് കാരണം. ന്യൂനമർദ്ദങ്ങൾ മാറുന്നതോടെ സംസ്ഥാനം തണുപ്പിലേക്ക് നീങ്ങും. ബംഗാൾ ഉൾക്കടലിൽ അടുത്ത ആഴ്ചയോടെ ന്യൂനമർദ്ദങ്ങൾക്ക് സാധ്യതയുണ്ട്. ന്യൂനമർദ്ദങ്ങളിൽ ഒന്ന് ശ്രീലങ്കയ്ക്ക് സമീപത്തെത്തുകയും കേരളത്തിൽ ഉൾപ്പെടെ സ്വാധീനം ചെലുത്തുകയും ചെയ്തേക്കും. ഇതിന്റെ സ്വാധീനം അവസാനിച്ച ശേഷം കേരളത്തിലും തണുപ്പെത്തുമെന്നാണ് മെറ്റ്ബീറ്റ് വെതർ പറയുന്നത്. സംസ്ഥാനത്ത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഒന്നുകൂടി വൈകിയാണ് തണുപ്പെത്തുന്നത്. ഇത്തവണ ഡിസംബർ തുടങ്ങിയിട്ടും സംസ്ഥാനത്ത് കുറഞ്ഞ താപനില ഉയർന്നു തന്നെ തുടരുകയാണ്. കാര്യമായ തണുപ്പനുഭവപ്പെടാൻ തുടങ്ങിയില്ല. മുൻ വർഷങ്ങളിൽ നവംബർ പകുതിയോടെയോ അവസാനത്തോടെയോ മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലയിൽ താപനില 10 ഡിഗ്രിക്ക് താഴെ രേഖപ്പെടുത്തിയിരുന്നെങ്കിലും നിലവിൽ ഇതുവരെ 10 ഡിഗ്രിക്ക് അടുത്തേക്ക് പോലും താഴ്ന്നിട്ടില്ല. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.